എടോ മനുഷ്യ നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ തോറ്റാലേ കേന്ദ്രത്തിൽ പറയാൻ പറ്റുള്ളത്. ഞാനോ? അന്ന് ജോസിനോട്. അത് ചുമ്മാ പറഞ്ഞല്ലേ? വെറുതെ പറഞ്ഞാന്നോ? ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞേ. എടാ എന്തോരം പണിപ്പെട്ട ഒരു സീറ്റ് ഒപ്പിച്ച് നിനക്കറിയാം. അപ്പൊ അവിടെ ഗോപിക്ക് കയറി നിൽക്കണം. അന്നേരം ചുമ്മാ ഞാൻ ഉണ്ടാക്കിയത് ഈ കേന്ദ്രമന്ത്രി കഥ. അപ്പൊ കേന്ദ്രത്തിൽ ഒന്നുമില്ലേ? കേന്ദ്രത്തിൽ ഉണ്ട ഒഴുങ്ങി വെച്ചേക്കുവാ. എന്നാ പിന്നെ ഞാൻ പോസ്റ്റർ കയറിയതും ജോസിനെ തെറി പറഞ്ഞൊക്കെ എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞു എന്നാ സോറി. എടാ പാച്ച, നമ്മൾ തോക്കാൻ നോക്കുമ്പോ അവർ നമ്മൾ ജയിപ്പിക്കാൻ നോക്കും. ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ അവന്മാരുടെ ലൈൻ. അല്ലെങ്കിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യണമെങ്കിൽ ചോള എത്ര വേണമെന്ന്. ഇനി പാർട്ടി വണ്ടി തന്നെയും കിട്ടിയാൽ തന്നെ അതിന്റെ പകുതി ജോസും കൂട്ടിലടിച്ച് മാറ്റും. ഇതിപ്പോ ജോസിന്റെ ഭാര്യയുടെ കെട്ടുതാൽ ഒരു പണയത്തിലായ സ്ഥിതിക്ക് നമുക്കൊരു ആശ്വാസമായില്ലേ? അപ്പൊ ഗോപിയുടെ കാര്യം? ഗോപിയുടെ കാര്യം ഗോപി വാ. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് സത്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? നിന്നോട് ഇത് പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അഭിനയത്തിൽ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കള്ള ലക്ഷണം വരും. അത് കണ്ട് അവന്മാര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്റെ കന്നിവോട്ട് വെറുതെ പോയില്ലേ? കന്നിവോട്ടല്ലേ, കന്നികാത്തൊന്നുമല്ലോ മാമച്ച. ഇതെങ്കിലും ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ? അതോ ഇത് വിശ്വസിക്കാം. എന്നാ നമുക്ക് ആഘോഷിക്കണം. അവരാഘോഷം തുടങ്ങിയില്ലേ? നോക്കി കളക്കാം. അഴിച്ചതാ MLA. ഞാനൊന്ന് ബോംബെ പോയിട്ട് വന്നപ്പോ ഇവിടെ എന്നാക്കെ നടന്ന് കൂട്ടിയിടിച്ചാ കൂടെ നേരെ നോക്കാതിരുന്ന കുട്ടീച്ചനും ജോസും കൂട്ടുകാരായി. മാമച്ചൻ MLA ആയി. ആയതല്ല ആക്കിയത്. നിങ്ങളല്ലേ മാമച്ചനെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടന്നത്? അതെ, ഞങ്ങളെല്ലാം ചേർന്ന് കളിച്ച വേറൊരു കളിയാ. ഇവിടെ ജയിച്ചില്ലല്ലേ അവനങ്ങ് കേന്ദ്രത്തിലേക്ക് പോവും. ഞങ്ങൾ വിടുവോ? അല്ല കുട്ടിച്ച, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കല്ല അല്ലയോ? എന്നാലേ ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ. വറീദിന്റെ വീട്ടില് പന്തല് പണി തുടങ്ങിയതേ ഉള്ളൂ. ശരി ശരി, മണവാളിനൊരുക്കാൻ രാവിലെ ഞാൻ ഇങ്ങ് വരാം. പറ്റേ? ശരിയാവൂന്നേ. സഖാവ് എന്നാ പറയുന്ന നോക്കട്ടെ. സഖാവ് വരുന്നുണ്ട്. മാമച്ച, നമുക്കൊന്നിരിക്കണ്ടേ? അതിനെന്നാ? ഫ്രീ ആവുമ്പോ ഓഫീസിലേക്ക് വാ. ബാക്കിയൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അതൊക്കെ സഖാവ് തന്നെ തീരുമാനിച്ച് എന്നെ വിളിച്ച് പറഞ്ഞേച്ചാ മതി. ഓ ശരി, നടക്കട്ടെ. ഒരു കുലംകുത്തി നോട്ടാണല്ലോ. ഓ എന്നാ ആവാന്, നിങ്ങൾ കൂടെ നിന്നേച്ചാ മതി. ഒരുമിച്ച് നിന്ന് എല്ലാവർക്കും ഗുണമുള്ള കേസാ. പോയോ? എന്നതാ ഈ ആലോചിക്കുന്നേ? ഏയ്, ഇന്നവളുടെ മനസ്സമ്മത. നിങ്ങൾ ഈ ഇലക്ഷൻ ജയിക്കാൻ കാണിച്ച ബുദ്ധിയുടെ 100-1 കാണിച്ചിരുന്നെങ്കിൽ അവൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലിരുന്നേനെ. ഓ, ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. അതാ ജീവിതം. പോട്ടറ നടക്കും മാമച്ച. നിങ്ങൾക്ക് വേണ്ടി ഒരാൾ കാത്തിരിപ്പുണ്ടാവും. നോയിക്കോ. അവിടെ കിടക്ക്. അതെ, വീട്ടിൽ ചെന്ന് വീട് പൂട്ടിയിട്ടിരിക്കുക. നാട് മൊത്തം അരിച്ചു പിറക്കി. ചാർലിയുടെ പൊടി പോലും കാണാനില്ല. എന്റെ കർത്താവേ. ജോസേ, എന്നാ പറയത്? നീ കൊണ്ടുവന്ന ആലോചന ഇത്. ഒന്ന് സമാധാനിക്ക് വരില്ലേ? എങ്ങനെ സമാധാനിക്ക് വെച്ചോ? ഇതിപ്പോ 2ാമത്തെ തവണ എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങുന്നത്. ചാർലി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ചെയ്യത്തില്ല പിന്നെ എവിടെ? നീയൊക്കെ അല്ലേ 24 മണിക്കൂർ അവന്റെ കൂടെ ഉണ്ടായിരുന്നെ. എന്നിട്ട് ഇപ്പൊ നിന്ന് അവനെ ന്യായീകരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നെന്ന് വെച്ച് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? എന്നതാടാ ഇത്? നീ ഇതിനൊക്കെ മറുപടി പറയണം. ഞാൻ എന്നാ പറയാനാ? മാമച്ചനൊന്ന് മൂപ്പിക്കാൻ വേണ്ടി ചാർലിയുടെ കൂടെ നിന്നു എന്ന് പറയുന്നത് നേരെ. പക്ഷെ അവനിങ്ങനെ ഒരു ചെയ്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ചോ, ഒരു പെൺകൊച്ചിന്റെ ജീവിതം വെച്ചിട്ടാണോ നീയൊക്കെ? വരീതേ, വിഷമിക്കാതിരി. കർത്താവ് എന്തേലും വഴി കാട്ടിത്തരും. നീ കൊച്ചിനെ കാര്യം ധരിപ്പിക്കും. ഞാൻ എന്റെ കൊച്ചിനോട് എന്നാ അച്ചോ പറയാ? നീ അങ്ങോട്ട് ചെല്ല്.
കരയണ്ട. എന്റെ തെറ്റ. അവൻ ആരാ എന്താന്നൊന്നും അന്വേഷിക്കാതെ ചാച്ചൻ ഈ കല്യാണം ഉറപ്പിച്ചത്. നിന്റെ അഭിപ്രായം എന്താന്ന് പോലും ഞാൻ ചോദിച്ചില്ല. എല്ലാം എന്റെ തെറ്റ. കരയാതെ. കരയല്ലേ? അല്ല വാരി ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്കൊക്കെ എന്നതാ പ്രാന്ത് പിടിച്ചോ? ഈ മാമച്ചനെ കൊണ്ട് എന്നെ മോളെ കെട്ടിക്കണമെന്നാണോ അച്ഛൻ പറയുന്നേ? എന്റെ മോളിക്കുട്ടിയുടെ കൂടെ സ്കൂളിൽ പഠിച്ചാന്നേ അവൻ. എന്റെ കൊച്ചിന് ഈ മാമച്ചനുമായിട്ട് എന്നാ പ്രായ വ്യത്യാസം ഉണ്ടെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നേ? ആ പ്രായത്തിന്റെ കണക്കൊന്നും നീ എന്നോട് പറയരുത്. കന്യാമറിയ ഔസപിതാവിനെ എത്രാം വയസ്സിലാ കെട്ടിയത്? അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയാണെന്ന് നിനക്കറിയാവോ? എനിക്കങ്ങ് അറിയാൻ മേല. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ AK ആന്റണി എലിസബത്തിനെ എത്രാം വയസ്സിലാ കെട്ടിയത്? ആ അതാ പറഞ്ഞത്, പ്രായത്തിലൊന്നുമല്ല കാര്യം, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതില്ല. അത് വേണ്ടച്ചോ. ഇപ്പൊ എന്റെ മോളുടെ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് അവളെ ഏതെങ്കിലും ഒരുത്തന്റെ തലയെ കെട്ടിവെക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ലെന്നേ. എനിക്കും അവനോട് ചൊരുക്കുള്ളതാ. പക്ഷെ ഈ ഒരു സാഹചര്യത്തില് അച്ഛൻ പറയുന്നതല്ല എന്റെ ശരി. പിന്നെ വറീത് കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തനല്ല ഇപ്പൊ മാമച്ചൻ. MLA കേരളം ആര് ഭരിക്കണമെന്ന് ഇപ്പൊ അവന്റെ തീരുമാനത്തില്. അതവൻ തീരുമാനിച്ചോട്ടെന്നേ. പക്ഷെ എന്റെ മോളെ ആര് കേട്ടണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ വറീതെ, നിനക്ക് അവനോട് ചെറിയ വിരോധമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പറയുക, അവൻ എന്റെ കൊച്ചിനെ പൊന്നുപോലെ നോക്കും. ഈ ഭൂമിയിൽ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മാമച്ചനെ. അവന്റെ മനസ്സ് കണ്ടവനാണ്. കുമ്പസാര രഹസ്യമായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നീ അവിടെ മനസ്സൊന്നറിയേ. മാമച്ചനോട് ഞാൻ സംസാരിച്ചോളാം. അച്ഛൻ തൽക്കാലം അവനോട് സംസാരിക്കാനൊന്നും പോകണ്ട. ഈ കല്യാണം മുടക്കിയതിന്റെ പിന്നിൽ മാമച്ചനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീ എന്നടി ഒന്നും പറയാതെ. എന്തൊക്കെയാ നിന്റെ അപ്പം പറഞ്ഞു കൂട്ടണേ? ദൈവദോഷം കിട്ടും കേട്ടോ. നിന്റെ കല്യാണം മുടക്കാനായിരുന്നേ മാമച്ചന് നേരത്തെ ആകാമായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ ഒരുപാട് പേരെ സഹായത്തിന് വിളിച്ചതാ. ആരും ഉണ്ടായില്ല അന്ന്. അവസാനം ഞാൻ മാമച്ചനെ വിളിച്ചു. അന്ന് മാമച്ചനൊക്കെ ഡൽഹിയിൽ വന്നപ്പോ ഒരു നേഴ്സ് മരിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾക്ക് ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് സമരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ലിസയൊക്കെ ഹോസ്റ്റൽ മുറിയില് ലോക്ക് ചെയ്തിരിക്കുക. പോലീസിനെ അറിയിച്ചില്ലേ? പോലീസൊക്കെ അവരുടെ ഭാഗത്താ. എന്തേലും ഒന്ന് ചെയ്യാവോ? ഞാൻ നോക്കിക്കോളാം. മന്ത്രിയടക്കം എല്ലാവരും അവിടെ വന്നത് മാമച്ചൻ പറഞ്ഞിട്ടാ. ആരും ഒന്നും അറിയണ്ടാന്ന് മാമച്ചൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ നിന്നോട് പോലും ഇക്കാര്യം പറയാഞ്ഞത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അതെ, കണ്ടുപിടിച്ചു. ഇങ്ങനെ കൊളവാക്കൂ. എന്താ ഇത്? നനയ്ക്കാൻ വല്ലതും ഉണ്ടോ? ഒരറിയിരിപ്പുണ്ട്, പോയാലോ? വന്നതിൽ സന്തോഷം. നല്ല ദിവസമായതുകൊണ്ട് ഒരു സന്തോഷമുള്ള കാര്യം പറയാം. എന്നാ? നിയുക്ത കായിക മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. കായിക മന്ത്രിയോ? എന്താ വിശ്വാസമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത് കേട്ട മാമച്ചനൊന്ന് ഞെട്ടുവന്ന്. സഖാവെ, പറയണേലൊന്നും തോന്നരുത്. എന്ത്? മന്ത്രിയാവാനൊന്നും ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇത് മുന്നണി തീരുമാനാ. അതൊന്നും ശരിയാവില്ല. ഒരു മിനിറ്റ്, സഖാവിന് ഭക്ഷണം കഴിക്കാൻ സെറ്റപ്പ് റെഡിയാക്ക്. സഖാവ് ചെല്ല. ലാൽ സലാം. നിനക്കും അത് തന്നെ. അപ്പൊ ഞെട്ടിയതല്ലേ? അവന് പറഞ്ഞത് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ബിരിയാണി അയ്യോ, വേണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ എടുത്തു. ഒരു മാടി.
എടാ നിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവും. ആ എന്നാ ഇനി അധികം താമസിക്കണ്ട, ഞാൻ ബാഗ് വണ്ടി വെച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. തോമാച്ചൻ ഭയങ്കര സന്തോഷത്തിലാ. അവന്റെ വിചാരം നീ ഏതാണ്ട് വലിയ ഉപകാരം ചെയ്തതാണെന്നാ. പിന്നല്ലാതെ. എടാ നീ ഇനിയിപ്പൊ അങ്ങ് തിരുവനന്തപുരത്തായിരിക്കും. അപ്പൊ അമ്മച്ചിക്ക് ഒരു കാവല് വേണം. അതുകൊണ്ടല്ലോ നീ അവനെ ഇങ്ങോട്ട് തട്ടിയത്. ഓ, അവൻ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ. അപ്പൊ അമ്മച്ചിക്കല്ല മനസ്സിലായല്ലേ? 40 കൊല്ലമായില്ലോടാ ഞാൻ നിന്നെ വളർത്താൻ തുടങ്ങിയിട്ട്. എന്തായാലും അമ്മച്ചിയോട് നിനക്ക് സ്നേഹം ഉണ്ടല്ലോ, അത് മതി. ഉണ്ട് അമ്മച്ചി. പോട്ടെ മടി. എങ്ങനെയുണ്ട്? തുടങ്ങിയല്ലോ. എല്ലാം വെച്ചില്ലടാ. എടാ എപ്പോഴാ നീ ഇനി ഇങ്ങോട്ട് വരുന്നേ? ആ പാപ്പന്റെ ചുമ കണ്ടിട്ട് ഈ വണ്ടി തന്നെ തിരിച്ചു വരേണ്ടി വരുന്ന തോന്നുന്നേ. എത്ര വലിയ മന്ത്രി ആയാലും അപ്പനെ നീ മറക്കരുത്. കക്കരുതെന്ന് ഞാൻ പറഞ്ഞാ നീ കേൾക്കുകയല്ല. പക്ഷെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് നീ അങ്ങ് വിഴുങ്ങരുത്. നാടിന് ഗുണമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം കേട്ടോ. ഇവൻ നന്നാകുകയല്ല മോളെ, നീ വേണം ഇനി ഇവനെ നന്നാക്കി എടുക്കാൻ. ഹലോ, പാമ്പ് കടിക്കുമ്പോ അവരറിയിക്കും. പാമ്പാട്ടി ഒന്ന് വണ്ടി കയറി. കൊച്ചാപ്പി ജോസിന്റെ പേരിൽ കണ്ണു വേണേ. അപ്പൊ ശരിയെന്നാ എല്ലാവരോടും. എന്റെ പൊന്നു സാറേ, എനിക്ക് താല്പര്യമില്ലെന്ന് സഖാവിനോട് പറഞ്ഞായിരുന്നാ? അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇനി തിരുവനന്തപുരത്താണ്. എന്തിനാ മന്ത്രിയാകണ്ടെന്നൊക്കെ പറഞ്ഞേ? ഓ, അത് കായിക വകുപ്പല്ലയോ. കായികത്തെ കൈയിട്ട് എന്നാ കിട്ടാനാ? എനിക്ക് റവന്യാ താല്പര്യം. എന്നാലും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട്. നീ കണ്ടോ, അവന്മാർ ഇനിയും വിളിക്കും. ഞാനില്ലാതെ ആര് സത്യപ്രതിജ്ഞ ഞാനടി. റവന്യാണേ നല്ല വാരുവാരാ. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോരിക്കല്ലേ? അപ്പൊ ഞാനാരാ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാസിന്റെ ഫ്രണ്ട്. ചെയ്തത് ഇത്തിരി കടന്ന കയ്യായിപ്പോന്നറിയാം. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഈ മാമച്ചൻ അത്രയ്ക്ക് ഇഷ്ടമാണോ തന്നെ ഇങ്ങനെ ഒരു ഉളത്തരം എന്നെ വിളിച്ച് പറയണമെങ്കിൽ അത് അസ്ഥിക്ക് പിടിച്ചിട്ട് തന്നെയാന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു സുഹൃത്തിന് ആവശ്യം വരുമ്പോഴല്ലേ നമ്മളൊക്കെ സഹായിക്കേണ്ടത്. ഇച്ചിരി നാരത്തരമൊക്കെ കയ്യിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആള് നല്ല മനുഷ്യനാട്ടോ. ഇതുപോലൊരു മുതല് എന്റെ വീട്ടിലുണ്ട്. അന്ന് സഹായിച്ചത് മുഴുവൻ ഈ മാമച്ചന. എന്റെ പേര് ചാർലി എന്നൊന്നുമല്ല, ഞാൻ ജോസൂട്ടി. ജോസൂട്ടിയോ? പാലായിൽ ഒരു പ്ലാനറാ. അച്ഛാ, തിരക്കെല്ലാം കഴിഞ്ഞ് സമയം പോലെ നിങ്ങൾ രണ്ടൊരു ദിവസം അങ്ങോട്ട് ഇറങ്ങണം. ഞങ്ങള് ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നാ പിന്നെ അച്ഛാ, സമയങ്ങളുണ്ടാ, നിങ്ങൾ വിട്ടോ, ഞാൻ പോവാം. ഓക്കെ, ശരി. ഓ അച്ഛേ, പറയാൻ മറന്നുപോയി. വിഷ് യു എ ഹാപ്പി, അല്ലെങ്കിൽ വേണ്ട, ഒരടിപൊളി ലൈഫ്. ശരി, എന്നാ പോയേക്കാം. അടിപൊളി. ഇതല്ല എനിക്ക് ആവശ്യം. അതുകൂട്ട് പണി ഞാൻ തന്നോട് കാണിച്ചേ. വേണേ എനിക്കിത് മറച്ചു വെക്കായിരുന്നു. പക്ഷെ അതുകൂടെ തന്നോട് ചെന്ന് ശരിയല്ലാന്ന് തോന്നി. എന്നെക്കുറിച്ച് നീ നല്ലൊന്നും കേട്ടിട്ടുണ്ടാവുകയല്ല. ചാർലി അല്ല, ജോസൂട്ടി പറഞ്ഞ പോലെ ചെയ്ത് ഇത്തിരി കടന്നു കൈപ്പോയെന്ന് എനിക്കും അറിയാം. മാമച്ചിന് ഇതുവരെ കെട്ടാഞ്ഞത് പെണ്ണേട്ടായിട്ടല്ല, മനസ്സിനാണെങ്കിൽ ഒരാളെ കാണായിട്ട. കണ്ടപ്പോ അത് കളയാനും തോന്നിയില്ല. ഇച്ചിരി ഏജ് ഓവറായിപ്പോയെങ്കിലും പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ. എന്നായാലും തന്നെ മാത്രം പറ്റിക്കില്ല ഞാൻ. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കും, അല്ലേ ഇനിയും തല്ല്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാ പിന്നെ മന്ത്രിയെ തല്ലിന്നുള്ള ചീത്തപ്പേരാവും. അപ്പൊ ഓക്കെ, പോയേക്കാം. എടോ പൊന്നുനാരി, നിങ്ങൾ ഇമ്മാതിരി ഒരു മുറ്റനെ വന്ന് ഞാൻ അറിഞ്ഞില്ല. മോനെ പാച്ച, അമ്മയോ കിട്ടിയില്ല, മോളെങ്കിൽ മോൾ. മാമച്ചോ അടിപൊളി.